ദൃശ്യം 3 എന്ന ചിത്രത്തിന്റെ ടീസറിനെ പറ്റിയുള്ള വീഡിയോയിൽ ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഈ ചിത്രത്തിന്റെ ആകെയുള്ള പ്രതീക്ഷ ഇതിലെ നായകനായ നടൻ മോഹൻലാൽ മാത്രമാണെന്ന്. എന്റെ ആ ഒരു നിലപാടിനെ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ട്രെയിലറാണ് ദൃശ്യം 3 എന്ന ചിത്രത്തിൻ്റെതായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഞാൻ അന്ന് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അതായത് ലാലേട്ടൻ ഒഴികെ ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിനെ കാണിക്കുന്ന ഷോട്ടുകളിലും ഒരു സീരിയൽ ലെവൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ആദ്യ 2 ഭാഗങ്ങളെ വെച്ച് നോക്കുമ്പോൾ മൂന്നാം ഭാഗം അല്ലെങ്കിൽ അതിൻ്റെതായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ട്രെയിലറിലെ രംഗങ്ങളിൽ ഒരു സീരിയസ്നെസ് ഫീൽ ചെയ്യുന്നില്ല. ദൃശ്യം 1-ാം ഭാഗത്തിലും 2-ാം ഭാഗത്തിലും വളരെ സ്ട്രോങ് ആയി നിന്ന അല്ലെങ്കിൽ ചിത്രത്തിലെ ഒരു കോർ കഥാപാത്രമായി നിന്ന ഒരു ക്യാരക്ടറാണ് നടി ആശാ ശരത്തിൻ്റെത്. പക്ഷെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ചിത്രത്തിന്റെ ട്രെയിലറിൽ ആ ക്യാരക്ടറിനെയും ഡൗൺ ആക്കിയാണ് കാണിച്ചിരിക്കുന്നത്. ആകെ ഒരു തണുത്ത മട്ട്. അതായത് ഇനിയും എന്തിനാ ഇത്ര വലിച്ചു നീട്ടുന്നേ എന്നൊരു ഫീലിംഗ്. ഈ ട്രെയിലറിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.